തേനീച്ച കൃഷിയെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഇന്ന് പഠിക്കാം. തേനീച്ചകളിൽ നിന്നും തേൻ എങ്ങനെ എടുക്കാം, അത് 3 തരത്തിലുള്ള തരത്തിൽ നമുക്ക് തേനീച്ചകളിൽ നിന്നും തേൻ എടുത്ത് വിപണനം ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. തേനീച്ചകളുടെ തേൻ ഉൽപ്പാദനത്തെപ്പറ്റിയും തേൻ കൃഷിയെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ബിബിനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ബിബിനാണ് തേൻ എടുക്കുന്നത്. നമ്മൾ തേനീച്ച എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു തേനീച്ചയുടെ കൂടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. നേരെ മുന്നിൽ പോയി എടുക്കരുത്. സാവകാശം തേനീച്ചയുടെ കൂടുകൾ ഇതുപോലെ ഉയർത്തി അത് അടപ്പ് തേനീച്ചയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് താഴോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ അടകളും ഇതുപോലെ എടുക്കണം. അത് നിറച്ചിട്ടിരിക്കുകയാണ് തേനുകൾ. ഈച്ചകളുണ്ടെങ്കിൽ നമുക്ക് ഊതി താഴോട്ട് മാറ്റാം. താഴോട്ട് മാറ്റിയ ശേഷം ഈ അടകളെ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് തേനെടുക്കുന്ന സ്ഥലത്തേക്ക് എക്സ്ട്രാക്ടറിലേക്ക് കൊണ്ടുവെക്കണം. ഇത് മുഴുവൻ നിറച്ചതല്ല. മുഴുവൻ നിറച്ച് ഇതുപോലെ സീൽ ചെയ്ത ഭാഗം മാത്രം എടുക്കുക. നമുക്ക് തിരിച്ച് വെക്കാം വേണമെങ്കിൽ. ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് ചേമ്പറിലെയാണ്. ആദ്യത്തെ ഹണി ചേമ്പറിലാണ് എടുക്കേണ്ടത്. അത് എടുത്ത ശേഷമാണ് നമ്മൾ മുകളിലത്തെ എടുക്കേണ്ടത്. അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി എടുത്തേ ഉള്ളൂ. ഈ കൂട്ടിലുണ്ടോ കണ്ടോ, ഇത് തേനുണ്ട്, ആയി വരുന്നതേ ഉള്ളൂ. ബിബിനോട് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം. എങ്ങനെയാണ് ബിബിനെ ഇതിൻ്റെ തേൻ എടുക്കുന്നത്? ഇത് നമ്മൾ രണ്ടാമത് വെച്ച് ഹണി ചേമ്പറാണ്. ഇത് പണി തീർന്നിട്ടില്ല. നമുക്ക് നോക്കിയാൽ നമ്മൾ മുറിച്ചതിൻ്റെ ഭാഗത്തുനിന്ന് ബാക്കി വെള്ള കളർ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ വെള്ള കളർ അവർ പുതിയതായിട്ട് പണിയുന്ന ഭാഗമാണ്. ആ കറുത്ത ഭാഗം ഉള്ളതാണ് നമ്മൾ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഹണി ചേമ്പറായിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം പെട്ടെന്ന് പണിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം വെച്ച ഹണി ചേമ്പർ ഈ ഹണി ചേമ്പറാണ്. ഇതിൽ തേനെടുപ്പ് ഒരു പ്രാവശ്യത്തെ കഴിഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ അടുത്തത് ഇപ്പം ചില അടകൾ നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില അടകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിറഞ്ഞ ഒരു 90%, 80% നിറഞ്ഞ അടകൾ വേണം നമ്മൾ സീലുള്ളതല്ലേ, സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് വേണം തേനെടുക്കാൻ. അതിനാണ് കൂടുതൽ കട്ടിയുള്ളത്. അതെ. അങ്ങനെയുള്ള തേനാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാതെ അത് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വിപണന രീതികളെ പറ്റി ഒന്ന് പറഞ്ഞു തരണം. ഇത് നമുക്ക് 3 രീതിയിൽ വിപണനം ചെയ്യാം. ഒന്ന് നമുക്ക് തേനായിട്ട് കൊടുക്കാം, 2 തേനും അടയുമായിട്ട് കൊടുക്കാം. അതായത് കുറച്ച് പകുതി തേനും പകുതി അടയുമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നിറഞ്ഞത്, ഇതുപോലെയല്ല, വേറെ അട കാണിച്ചു തരാം. അപ്പം അതുപോലെ നിറഞ്ഞ അടകൾ വെച്ച് കൊടുത്തും നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. വിപണനത്തിനായിട്ട് അടുത്ത ഒരു സാധ്യത പറഞ്ഞല്ലോ, അതെങ്ങനെയാ? നമ്മളിപ്പം ഇങ്ങനെയാണ് അട ഫ്രെയിമിലിരിക്കുന്നത്. നമ്മൾ ഈ ചെത്തി എടുത്ത് ഇതാണ്ട് ഇതുപോലെ എടുത്തു കട്ട് ചെയ്തിട്ട് നമ്മളിത് കട്ടിയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് ഇതുപോലെ നമുക്ക് ഇത് ചിലർക്ക് അടയോട് കൂടി നല്ല ഇഷ്ടമാണ്, നല്ല രസമല്ല ഇങ്ങനെ കഴിക്കാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം തേൻ വെച്ച് ഫില്ല് ചെയ്ത് കാൻഡി പോലെ അല്ലേ, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി ചിലർക്ക് ഇതുപോലെ അടയോടുകൂടി ഇതുപോലെ അടയോടുകൂടി കൊടുക്കുന്ന ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തേൻ കൊടുക്കാം. മൂന്നാമത്തെ മാർഗമാണ് അടയോടുകൂടി കൊടുക്കുന്നത്. മൂന്നാമത്തെ മാർഗമാണ് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഫ്രെയിമോട് കൂടി സീൽ ചെയ്തായതുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്ത് അയക്കാം. വേറെ ബാക്ടീരിയ ഒന്നും കയറത്തില്ല. ബാക്ടീരിയ വിമുക്തമാണ് ശരിക്കും. ഈ തേനിലെ ബാക്ടീരിയ കീടാണുക്കളൊന്നും വളരെയല്ല, കയറത്തില്ല. തേന് വർഷങ്ങളോളം, അതായത് 2000 വർഷം 3000 വർഷം ആയ തേനുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നും കീടാണുക്കളെ ബാക്ടീരിയകളൊന്നും വളരെയല്ല. നമുക്ക് മുറിവുണക്കം വരെ ഇപ്പം എനിക്ക് മുറിവുണ്ടായ ഞാൻ കൂടുതലും തേനാണ് ഉപയോഗിക്കുന്നത്. മുറിവ് അല്ലെങ്കിൽ പൊള്ളലൊക്കെ ഉണ്ടെങ്കിൽ തേൻ ഏറ്റവും നല്ലതാണ്. ഇന്ന് നാം കണ്ടത് തേന് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ തേൻ എങ്ങനെ വിപണനം ചെയ്യാം. അതിന് 3 വഴികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ എക്സ്ട്രാക്ടർ എഴുതുന്നു, അടുത്ത് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു, പിന്നെ തേൻ സീലോട് മൊത്തമായിട്ട് അയക്കുന്നു. ഇതെല്ലാം നല്ല മാർഗ്ഗങ്ങളാണ്. ഈ നമ്മുടെ ഉപയോക്താക്കൾ, അതായത് കൺസ്യൂമറിന് ഏറ്റവും ഇഷ്ടമുള്ള മാർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു കൊച്ചിന് അല്പം തേൻ കൊടുത്തേക്കാം. ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്, രോഗപ്രതിരോധ ശക്തിയാണ്, ക്യാൻസറിനെയൊക്കെ തടയുന്നതാണ്. കുട്ടികൾ തിന്നട്ടെ, കഴിച്ചോടാ, കഴിക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.